എടാ ഹലോ അജുവേ, എന്താടാ എന്തെടുക്കണടാ? ഉറങ്ങണേന്ന്? ഉറങ്ങണ? എന്നാ വായിക എണീറ്റേ. എന്ത്? എടാ നമുക്കൊന്ന് ലിജോനെയും വിളിച്ചോണ്ട് സബാൻ്റെ വീടായിരുന്നു. ഇപ്പൊ വീട്ടിൽ പോണത്? എടാ അവൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരൊന്നും ഉണ്ടാവില്ലല്ലോ, അവൻ്റെ അപ്പനമ്മയും പുറത്ത് വരണല്ലേ. അതിന് നമുക്ക് അവിടെ പോയി ചെയ്യാം വെറുതെ. അവിടെ ഇപ്പോൾ നമുക്ക് എന്താ വെറുതെ ഇങ്ങനെ ഇതിനാ കാരം ബോർഡ് എടുത്ത് കളിക്കുക. നീ ആദ്യം എണീക്ക്, റെഡിയാകും. വരാ വരാ. എടാ മധൂരി, നീ എവിടെ പോയി കിടക്കണേ? കുറേ നേരം പോയല്ല. ആ വേണ്ട എന്തേ വന്നോണ്ടിരിക്കണം. എടാ നിന്നേടാ, എനിക്ക് ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്താ നിനക്ക് എന്നോട് ഇഷ്ടമാണ്? ഇഷ്ടമാണ്, നിന്നോടല്ല. പിന്നെ എന്നോടാ? അവനോടല്ല, നമ്മുടെ അവനോടല്ല, അവൻ്റെ അനിയത്തി സ്നേഹ. എത്ര ആള്? കുറച്ച് ആൾക്കറിയില്ല. അവളുടെ ചേട്ടനും അറിയാൻ പാടില്ല. അവനെങ്ങനെ പറഞ്ഞാലേ പണി കിട്ടാൻ അവരോട് പറയുക. സുഖമായിട്ട് പോണം. ഇവിടെ അവിടെ പോണം. എങ്ങോട്ട് പോണം? എങ്ങോട്ടാ പോണം? ഒരു ഫംഗ്ഷനാണ്. നിങ്ങൾക്ക് പറ്റിയല്ല. ഒരു പരിപാടി ഉണ്ടോ? അല്ല, നിങ്ങൾക്ക് പറ്റിയ പരിപാടിയില്ല. ചിത്രങ്ങളൊരു ഒരുമിച്ച് വളർന്നിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. അപ്പൊ ഞങ്ങൾ എന്തായാലും വരും അല്ലേ? അതെ. പറയടാ. പഠിത്തം സമയത്ത് ട്യൂഷൻ ചോറാളെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കപ്പൊന്നുമില്ല. കപ്പക്കാടി സമയം അതിനെ കൊണ്ടുപോകും വേൾഡ് കപ്പ്. പിന്നെ പറയടി, ഒരു വർഷം പുള്ളി കളിച്ച് പുള്ളി അവരെ ഭാഗ്യവൻ. ഏത് നമ്മുടെ ഷർജയിലുള്ള പുള്ളിക്കാരാണോ? ഓ, ആ പുള്ളിക്കാരൻ ഇപ്പൊ മനസ്സിലായോ?
റിസൾട്ട് വന്നു. 69% ഉണ്ട്. വീട്ടിൽ പിന്നെ വീട്ടിൽ കഴിക്കാൻ തരില്ല. വീട്ടിൽ കഴിക്കാനെന്താ എന്താണ് എന്താ പിണ്ടിക്കറി മാറ്റിപ്പിടിച്ചു. പിന്നെ റിസൾട്ടൊക്കെ ഒന്ന് നല്ല മാർക്കുണ്ടായിട്ട് പിണ്ടിക്കറി മാത്രമേ ഉള്ളൂ. ചിക്കനൊക്കെ ചേർക്കാൻ പാടില്ലേ? അമ്മേ എല്ലാവരും സന്തോഷമില്ല. അപ്പനൊന്നും പറഞ്ഞില്ല. ഞാൻ അപ്പനോട് താഴെ പറഞ്ഞു അതൊക്കെ പറഞ്ഞു. ഞാൻ രാവിലെ വിളിച്ചായിരുന്നു. കിട്ടിയപ്പോ തന്നെ ഞാൻ പറയായിരുന്നു. ഞാനിവിടെ സൈറ്റിലേക്ക് നോക്കിയപ്പോ കിട്ടിയ മാർക്ക് ഞാൻ ആദ്യമല്ല കേട്ടോ. അമ്മല് വീട്ടിൽ പോയി മാർക്ക് കിട്ടിയില്ല. അപ്പൊ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പോയി. പിന്നെ ഇപ്പൊ സെബാൻ്റെ നോക്കിക്കൊണ്ടിരിക്കണം. റോൾ നമ്പറൊക്കെ വിളിക്കാം. വിഷമിക്കല്ലേ? ഒരു കാര്യം ചെയ്യും. 12 പെയിന്റ് മണിക്കോ അതോ നല്ലത്. അവിടെ ഇത് സെവാൻ്റെ ഇവിടെ ഇരുന്ന് പോയാലോ? ഇങ്ങനെ പൊട്ടിയത് ചീനായിട്ടുണ്ടാവും. പോവാം. മുറി നോക്കണം. എന്റെ വീട്ടിൽ പോകോ? എന്താണ് എനിക്ക് കുഴപ്പം? എടാ സെവൻ പോയിട്ട് നീ അവന്റെ വീട്ടിൽ പോയിട്ടുണ്ടാ? അച്ഛനമ്മേനെ അടുത്ത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ പോട്ടെ, അവന്റെ അനിയത്തി എടാ അവന് അവിടെ ജീവനിരുന്നു. ഇനി അവൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കാനേ. എടാ എനിക്ക് സെബാന് നിങ്ങളുടെ അടുത്ത് അത്ര അടുപ്പൊന്നും ഇല്ല, എനിക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളൊപ്പം തന്നെ എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നിയില്ല എനിക്കിത് സന്തോഷമായിരിക്കുന്നു. എല്ലാവർക്കും നിങ്ങൾ രണ്ടുപേരും കണ്ട ഇടി തന്നെ. എങ്ങനത്തെ എല്ലാം പൊട്ടത് നിങ്ങളൊക്കെ കാരണമല്ല അവൻ പൊട്ടിയേ. ബാക്കി എക്സാമിനൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സഹായിക്കാനൊന്നും തോന്നിയില്ല നിങ്ങൾക്ക് 3 പേർക്കൊക്കെ? ഒരേ ബാച്ച് വനൊക്കെ അല്ലായിരുന്നു ഇവർക്ക്.
സബാന്റെ സ്ഥാനത്ത് നമ്മളാണ് സ്നേഹിക്ക് വേണ്ടിട്ടാ. നമ്മൾ 4 പേരും ചേട്ടന്മാരാണ്. തീരാപാതയിലൂടെ ആ നീരുകൾ മുന്നോട്ട് കൂടെ സബാന.